നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഷ്യൻ എണ്ണ വിഷയത്തിൽ ട്രംപിന് മറുപടിയുമായി ഇന്ത്യ. മുൻഗണന രാജ്യ താൽപര്യത്തിനെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യ തന്നെയെന്ന് പീയൂഷ് ഗോയൽ. ആഭ്യന്തര വളർച്ചയിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ച സങ്കീർണമായ ഘട്ടത്തിലെന്ന് വാണിജ്യ മന്ത്രാലയം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 14ാം ഘട്ട ചർച്ചയുടെ പുരോഗതിയെക്കുറിച്ചാണ് പരാമർശം. വിപണി പ്രതീക്ഷകളെ മറികടന്ന് ഇൻഫോസിസ് പാദഫലം. അറ്റാദായം 7365 കോടി രൂപയായി. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണം അതിരൂക്ഷ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തയാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 862 പോയിന്റ് ഉയർന്ന് 83,467-ലും നിഫ്റ്റി 261.75 പോയിന്റ് ഉയർന്ന് 25,585-ലും ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നു. ജാസ്മിൻ, എന്താണ് ഇന്നത്തെ ഓഹരി വിപണിയുടെ വിശദാംശങ്ങൾ? ഇന്ന് പ്രധാനപ്പെട്ട ബെഞ്ച്മാർക്ക് ഇൻഡെക്സുകളെ സംബന്ധിച്ചിടത്തോളവും എല്ലാ സെക്ടറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ട്രേഡിംഗ് ദിവസമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 4 മന്ത് ഹൈ ആണ് ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 25,300 മറികടന്നുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗിൽ നിന്നും 25,625 എന്നുള്ള ഒരു ഡേ ഹൈ ആണ് നിഫ്റ്റി ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1% കൂടുതൽ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ബെഞ്ച്മാർക്ക് ഇൻഡെക്സുകളിലെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലോസിംഗിലേക്ക് വരുന്ന സമയത്ത് ഏതാണ്ട് 850ഓളം പോയിന്റുകളുടെ ഒരു മൂവ്മെന്റ് നൽകിക്കൊണ്ടാണ് സെൻസെക്സും ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് എല്ലാ സെക്ടറൽ സൂചികകളും PSU ബാങ്ക് ഒഴികെ മാത്രം, അല്ലെങ്കിൽ PSU ബാങ്ക് ഒരു 0.5% ഇടിവ് രേഖപ്പെടുത്തി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ടറൽ ഇൻഡെക്സുകളിലും കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ലഭിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. ഏറ്റവും അധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2% കൂടുതൽ FMCG ഇൻഡെക്സ് ആണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു 2% നേട്ടം ഇന്നും റിയൽറ്റി സൂചിക ആവർത്തിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഓട്ടോ ഇൻഡെക്സും 1% കൂടുതൽ നേട്ടം നൽകിയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്നത്തേത്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ എനർജി 0.5% നേട്ടം നൽകിയിട്ടുണ്ട്. മെറ്റൽ 0.5% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹെൽത്ത് കെയർ, ഫാർമ, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ സെക്ടേഴ്സിലൊക്കെ തന്നെ മികച്ച ഒരു ട്രേഡിംഗ് നടന്ന ദിവസമാണ്. പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 1.48% ഒരു നേട്ടമാണ് ക്ലോസിംഗ് ബേസിസിലേക്ക് വരുമ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു മാസീവ് റാലി നടന്ന ദിവസത്തിൽ ഏറ്റവും അധികം ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നെസ്ലെ ഇന്ത്യ തന്നെയാണ്. 4.37% ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് നെസ്ലെ ഇന്ത്യ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ 3.25% ഒരു നേട്ടം. തീർച്ചയായിട്ടും FMCG ഇൻഡെക്സിൽ ഉണ്ടായിരുന്ന ആ ഒരു മുന്നേറ്റം ത്രൂ ഔട്ട് ആ ഇൻഡെക്സിന് കീഴെ വരുന്ന സ്റ്റോക്കുകളിലുടനീളം നമുക്ക് കാണാമായിരുന്നു. ശരി, ജാസ്മിനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. റഷ്യൻ എണ്ണ വിഷയത്തിൽ ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടിയുമായി ഇന്ത്യ. മുൻഗണന രാജ്യ താൽപര്യത്തിനെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യ സംരക്ഷണമാണ് സർക്കാരിന്റെ മുൻഗണനയിൽ വരുന്നത്. ഊർജ്ജവിലയും സുരക്ഷിതമായ ഊർജ്ജ വിതരണവും ഉറപ്പാക്കുക എന്നതും ഈ താൽപര്യ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ളതാണ് രാജ്യത്തിന്റെ ഇറക്കുമതി നയം. അതുമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചത്. അതേസമയം റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ടതാണെന്ന് റഷ്യയും പ്രതികരിച്ചു. ഇന്ത്യയുടെ നയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുകളും അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമാണ് ഊർജ്ജവും എണ്ണയും. ഇതുമായി തുടർന്നു പോകുമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ താൽപര്യം കാണിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ നടന്നുവരികയാണെന്നും വാണിജ്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്ത 20 വർഷവും ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ
ഇന്ത്യ തന്നെ ആയിരിക്കുമെന്ന് പീയൂഷ് ഗോയൽ. ആഭ്യന്തര വളർച്ചയിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും പരാമർശം. ഡൽഹിയിൽ നടന്ന ഇന്ത്യ ബ്രസീൽ ബിസിനസ് ഡയലോഗിൽ സംസാരിക്കവെയാണ് ഗോയൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. 2025 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദങ്ങളിൽ ഇന്ത്യയുടെ GDP 7.8% വളർച്ചയാണ് കൈവരിച്ചത്. അന്താരാഷ്ട്ര നാണ്യനിധി അടുത്തിടെ ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം 6.4% നിന്ന് 6.6% ഉയർത്തി. നിലവിൽ ആഭ്യന്തര വളർച്ചയിൽ ശ്രദ്ധ നൽകുകയാണ് രാജ്യം. ഇതിന്റെ ഭാഗമായി ബാങ്കിംഗ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി. വിദേശ നാണ്യ കരുതൽ ശേഖരം ഉയർത്തി. $700 മില്യൺ കരുതൽ ശേഖരം എന്നത് മികച്ച നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. വളർച്ചയെ നയിക്കുന്ന രണ്ടാമത്തെ ഘടകം ആധുനികവും ഉയർന്ന നിലവാരമുള്ളതുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണെന്നും ഗോയൽ കൂട്ടിച്ചേർത്തു. ഇതുവഴി സമഗ്രവും തുല്യവുമായ വളർച്ച രാജ്യത്തിന്റെ ഓരോ കോണിലും എത്തിച്ചേരും. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയുടെ മത്സരശേഷി ഉയർത്തും. GST പരിഷ്കരണം പോലുള്ള നയമാറ്റങ്ങളും ഇത്തരം ലക്ഷ്യങ്ങൾ വെച്ചുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ച സങ്കീർണമായ ഘട്ടത്തിലെന്ന് വാണിജ്യ മന്ത്രാലയം. ഉൽപ്പന്ന ഉറവിടം പോലുള്ള വിഷയങ്ങളിൽ തീരുമാനമാവാത്തത് ആശങ്ക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 14ാം ഘട്ട ചർച്ചയുടെ പുരോഗതിയെക്കുറിച്ചാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഉൽപ്പന്നം ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് ലേബൽ ചെയ്യുന്നതിനുള്ള നയം സംബന്ധിച്ച ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇത് തർക്കവിഷയമായി തുടരുമെന്നാണ് മന്ത്രാലയം നൽകുന്ന സൂചന. യൂറോപ്യൻ യൂണിയന്റെ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ നയപ്രകാരം ഏറ്റവും കൂടുതൽ കാർബൺ മാലിന്യം പുറന്തള്ളുന്ന ഇന്ത്യയുടെ സ്റ്റീൽ, അലുമിനിയം, സിമന്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് പ്രത്യേക നികുതി ചുമത്തിയേക്കുമെന്ന ആശങ്കയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായി ഉണ്ടാക്കിയ ധാരണയ്ക്ക് സമാനമായി യൂറോപ്യൻ യൂണിയനും കൂടുതൽ നിക്ഷേപത്തിന് തയ്യാറാകുമോ എന്ന കാര്യവും ചർച്ചയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ യൂറോപ്യൻ കമ്മീഷന്റെ ഡയറക്ടർ ജനറൽ സബീൻ വയാൻഡോയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് മന്ത്രാലയം പറഞ്ഞത്. നവംബറിൽ യൂറോപ്യൻ യൂണിയൻ വ്യാപാര പ്രതിനിധി സംഘം രാജ്യത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അഗർവാൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണി പ്രതീക്ഷകളെ മറികടന്ന് ഇൻഫോസിസിന്റെ പാദഫലം. അറ്റാദായം 7365 കോടി രൂപയായി. സമ്മർദ്ദങ്ങൾക്കിടയിലും സ്ഥിരതയുള്ള ലാഭക്ഷമത പ്രകടിപ്പിച്ച് കമ്പനി. ഓഹരി ഒന്നിന് 23 രൂപ വീതം ഡിവിഡൻഡും ഇൻഫോസിസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇൻഫോസിസ് പ്രതീക്ഷിച്ചതിലും മികച്ച റിസൾട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ലാഭവും വരുമാനവും പ്രതീക്ഷകളെ മറികടക്കുന്നു. മാർജിനുകൾ നേരിയ ഇടിവ് നേരിട്ടെങ്കിലും മൊത്തത്തിൽ സ്ഥിരതയുള്ള വളർച്ചയാണ് നേടിയതെന്നും റിസൾട്ട് വ്യക്തമാക്കി. ഈ പാദത്തിൽ ചെലവടക്കമുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങളും കരാറുകൾ പൂർത്തിയാക്കുന്നതിലെ വേഗതയുമാണ് കമ്പനിയെ തുണച്ചത്. വരുമാനം 5.2% വർദ്ധിച്ച് 44,490 കോടി രൂപയായി. എബിഡ 9,353 കോടിയാണ്. 6.2% വർധന. ചുരുക്കത്തിൽ എല്ലാ പ്രധാന മെട്രിക്സുകളിലും ശക്തവും തുടർച്ചയുമായ വളർച്ചയാണ് കാണിക്കുന്നത്. ഇതിന് കരുത്തായത് മികച്ച ബിസിനസ്സുകളാണെന്നും ഈ പാദത്തിൽ $3.1 ബില്യൺ കരാറുകളാണ് നേടിയതെന്നും കമ്പനി അറിയിച്ചു. നിലവിൽ ഓഹരിക്ക് 51 ബ്രോക്കറേജുകളുടെ കവറേജാണുള്ളത്. 36 ബ്രോക്കറേജുകൾ ബൈ റേറ്റിംഗ് നൽകിയപ്പോൾ 13 പേർ ഹോൾഡ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. റെക്കോർഡ് വിലയായ 94,920 രൂപയാണ് ഒരു പവൻ്റെ വില. 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 11,865 രൂപയാണ്. വെള്ളി വിലയും വർദ്ധിച്ചു. 196 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റഷ്യൻ എണ്ണ വിഷയത്തിൽ ട്രംപിന് മറുപടിയുമായി ഇന്ത്യ. മുൻഗണന രാജ്യ താൽപര്യത്തിനെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യ തന്നെയെന്ന് പീയൂഷ് ഗോയൽ. ആഭ്യന്തര വളർച്ചയിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ച സങ്കീർണമായ ഘട്ടത്തിലെന്ന് വാണിജ്യ മന്ത്രാലയം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 14ാം ഘട്ട ചർച്ചയുടെ പുരോഗതിയെക്കുറിച്ചാണ് പരാമർശം. വിപണി പ്രതീക്ഷകളെ മറികടന്ന് ഇൻഫോസിസ് പാദഫലം. അറ്റാദായം 7365 കോടി രൂപയായി.
കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണം അതിരൂക്ഷ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നടപടികൾ എടുക്കണമെന്ന ആവശ്യം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.